ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 ജൂൺ മാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. കൊല്ലവർഷം 1201 ആണ്ട് ഇടവമാസം 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ആണ് ഈ ആഴ്ച. ഈ ആഴ്ചത്തെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ, അതായത് ജൂൺ മാസം 11-ാം തീയതിയാണ് ഏകാദശി വ്രതം എടുക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ ചെയ്യുകയും ദാനധർമാദികൾ ചെയ്യുന്നതും ഒക്കെ ദോഷങ്ങൾ ഇല്ലാതാക്കുകയും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ ഉത്തമം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജൂൺ 12-ാം തീയതി പ്രദോഷവ്രതം എടുക്കുന്നതും ശ്രീ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യുകയും ദാനധർമാദികളൊക്കെ ചെയ്യുന്നതും ഉത്തമമാണ്. ജൂൺ മാസം 14-ാം തീയതിയാണ് അമാവാസി തലേ ദിവസം ഒരിക്കലൊക്കെ എടുക്കുകയും ബലിതർപ്പണാദികളിൽ പങ്കെടുക്കുകയും പിതൃക്കളെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നെയ്വിളക്ക് കൊളുത്തി അമാവാസിയുടെ അന്ന് നെയ്വിളക്ക് കൊളുത്തി വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഗായത്രി ജപിക്കുന്നതും വളരെ ശ്രേയസ്കരമാണ്. ദോഷങ്ങളൊക്കെ മാറുന്നതിന്, പിതൃദോഷം മാറുന്നതിന് ഉത്തമമാണ്. വാരഫലത്തിലേക്ക് കടക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നന്നായിരിക്കും. അതായത് ശ്രേയസ്കരമായിട്ടുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കായാലും പ്രായമായവർക്കുമൊക്കെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. തൊഴിലിടത്തിലും വളരെ സന്തോഷകരമായിട്ടും സമാധാനപരമായിട്ടുമൊക്കെ കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽ വിജയങ്ങൾ എല്ലാവർക്കും ഒരു വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ തൊഴിലിന് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും യോഗമുണ്ട്. സാമ്പത്തികമായ നല്ല നേട്ടങ്ങളൊക്കെ വന്നു ചേർന്ന് അപ്രതീക്ഷിത വിജയങ്ങളൊക്കെ വന്നു ചേരുക. അത് സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ മേലധികാരികളിൽ നിന്ന് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടുവാനൊക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം, സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും ഉല്ലാസയാത്ര പോകുവാനും ഒക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിദ്യാലസത വന്നു പെടുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി പഠന കാര്യത്തിലൊക്കെ അധിക സമയം വിനിയോഗിക്കേണ്ടതാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 3-4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1-2 പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി. ഈ മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നന്നായിരിക്കും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. രാശിയുടെ അധിപനും ധനസ്ഥാനത്തിൻ്റെ അധിപനുമാണ് കൂടി ധനസ്ഥാനത്ത് യോഗം ചെയ്തിരിക്കുന്നു. അതായത് ശുക്രനും ബുധനും ധനസ്ഥാനത്ത് ഉണ്ടല്ലോ. അപ്പോൾ പല വിധത്തിലുള്ള ധന ആഗമന യോഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനം വന്നു ചേരുക. ബന്ധുക്കൾ മുഖാന്തരമോ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളോ സുഹൃത്തുക്കളോ മുഖാന്തരം വിദേശ ധനം കൈകാര്യം ചെയ്യുന്നതിനൊക്കെ ഈ ആഴ്ച യോഗമുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉഷ്ണസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാതെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുക. ധാരാളം പഴവർഗ്ഗങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഒരു കാര്യവുമില്ലാതെ കുടുംബത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ കഴിവതും സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കുക. പ്രവൃത്തികളിലും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ കുടുംബത്തായാലും തൊഴിൽ ഇടത്തിലായാലും അന്നന്ന് തന്നെ ചെയ്തു തീർക്കുവാനും കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ മേലധികാരികളും സഹപ്രവർത്തകരുമായിട്ട് വാക്യത്വം ഉണ്ടാകാതെയും വളരെ ശ്രദ്ധിക്കണം. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. വിദേശത്തായിരിക്കുന്നവർക്കും
വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഇപ്പോൾ നല്ല സമയം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുക, ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സാകുവാനും പരീക്ഷകളിലൊക്കെ പാസ്സാകുവാനും ഒക്കെ വളരെ നല്ലതാണ്. വിദ്യയുടെ 5ാം ഭാവാധിപൻ കൂടി ആയിരിക്കുന്ന ബുധൻ പൂർണ്ണ ബലവാനായിട്ട് ധനസ്ഥാനത്ത് അല്ലെങ്കിൽ വിദ്യാസ്ഥാനത്ത് നിൽക്കുന്നു. വളരെ ശ്രേയസ്കരമാണ്. അത് കലാകാരന്മാരായിരിക്കുന്നവർക്കും വളരെ നല്ലതാണ്. കലയുടെ ആവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗം ഉണ്ടാകും. ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ശ്രേയസ്കരവും അഭിവൃദ്ധികരവും അഭിമാനകരവുമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുവാൻ ഭാഗ്യവും ഒരുപോലെ ദൈവാധീനവുമുള്ള ആഴ്ചയാണ്. രാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ 5ാം ഭാവാധിപത്യം കൂടിയുള്ള ശുക്രനോട് യോഗം ചെയ്ത് രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ധനസ്ഥാനമായ 2ാമിടത്ത് ഏറ്റവും പ്രബല ഗ്രഹമായ വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് സ്ഥിതി ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളിലോ അവിഖ്യാതികളിലോ ഒക്കെ പെട്ടുകിടക്കുന്നവർ, ദുഃഖങ്ങളിൽ ദുരിതങ്ങളിലും പെട്ടുകിടക്കുന്നവർ അതിൽ നിന്ന് കരകയറുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ആഴ്ച. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ നല്ല ജോലി കിട്ടുവാനൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്തേച്ച് നിൽക്കുന്നവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുവാനുള്ള യോഗമുണ്ട്. കണ്ടകശനിയൊക്കെ ഉണ്ട്. എങ്കിലും വ്യാഴം പൂർണ്ണ അനുഗ്രഹത്തിലാണ് തൊഴിൽ കാര്യത്തിൽ നിൽക്കുന്നത്. അത് ധനാഗമന യോഗം തരിക തന്നെ ചെയ്യും. അപ്രതീക്ഷിത ധനാഗമന യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ഗൃഹം വന്നു ചേരുക, വീട് വന്നു ചേരുക, ഉള്ള വീട് പുതുക്കിപ്പണിയുവാനൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുക. അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഈ നക്ഷത്രക്കാരായിരിക്കുന്ന യുവതി യുവാക്കൾക്കും മധ്യവയസ്കർക്കും ഒക്കെ നല്ലതാണ്. പൊതുവെ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ അഭിവൃദ്ധികരമാണ്. അധിക രോഗാവസ്ഥകളോ ക്ലേശങ്ങളോ മനക്ലേശങ്ങളോ ഒന്നും സൂചകമല്ല. ശത്രുക്കൾ നിഷ്പ്രഭരാകുന്നതുമാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ 4ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് കഷ്ടകളിൽ നിന്നും അതുപോലെ തന്നെ ദുരിതങ്ങളിൽ നിന്നും കരകയറുവാൻ ആരംഭം കുറിക്കുന്ന ഒരു ആഴ്ചയാണ്. അതായത് രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ആ സ്ഥിതി വന്നിരിക്കുന്നു. കൂടാതെ തൊഴിൽ സ്ഥാനത്ത് ഏറ്റവും പ്രബല ഗ്രഹമായ ചൊവ്വ, രാജയോഗപ്രദനായ ചൊവ്വ തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യും. അപ്പോൾ ഉപജീവന മാർഗം ഇല്ലാതെ വിഷമിക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടു പോയവർ, വിദ്യാഭ്യാസം കുറവാണ് എങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കിട്ടാത്തവർക്ക് ഈ ആഴ്ച ഒരു ജോലി കിട്ടുവാൻ, അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുവാൻ, ഒരു സാമ്പത്തിക നേട്ടം വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ അതീവ ജാഗ്രത വേണം. അതായത് ധനം ചിലവാക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നിടത്ത് ഒരു കാര്യവുമില്ലാതെ അധിക പാഴ്ചെലവുകൾ വന്ന് കഷ്ടത അനുഭവിക്കുവാനൊക്കെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത വേണം. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. കുടുംബത്ത് പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണ്ണമാണ്. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. പരീക്ഷകളിലൊക്കെ എഴുതുന്നവർക്ക്, ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കുന്നവർക്ക്, അങ്ങനെ പല കാര്യങ്ങൾക്കും വിദ്യാകാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരുവാനും ഭാഗ്യമുണ്ട്. അത് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ മെച്ചപ്പെടുന്ന ഒരു ആഴ്ചയാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ഏതൊരു കാര്യത്തിലും ആവശ്യമാണ്. പൊതുവെ ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്നു. അതായത് 12ാം ഇടത്താണല്ലോ വ്യാഴത്തിൻ്റെ സ്ഥിതി വന്നിരിക്കുന്നത്. എങ്കിലും 9ാം ഭാവം അത് ഭാഗ്യഭാവമാണ്. അവിടെ
ഭാഗ്യത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ രാജയോഗകാരകനായിരിക്കുന്ന 9 ഭാവാധിപൻ, ചിങ്ങൻ രാശിക്കാർക്ക് 9 ഭാവാധിപനായിരിക്കുന്ന ചൊവ്വ 9ാമിടത്ത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ പൂർണ്ണ ബലവാനായിട്ട് ഭാഗ്യസ്ഥാനം നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അതായത് ദീർഘനാളുകളായിട്ടൊരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് വന്നു ചേരുവാൻ കരാർ ഉടമ്പടികൾ ഒപ്പുവയ്ക്കുക, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ തൃപ്തി വരിക, കണ്ടെത്തുക, അഡ്വാൻസ് കൊടുക്കുക, രജിസ്ട്രേഷൻ നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആഴ്ച വന്നു ചേരുവാൻ ഈ ചൊവ്വയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും. എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. അധികം ടെൻഷനൊന്നും ഉണ്ടാകാതെ, മനക്ലേശം ഉണ്ടാകാതെ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഈശ്വര ധ്യാനം ചെയ്യുന്നതും ജപധ്യാനാദികളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട്. ധനസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ബുധൻ അത് തൊഴിൽ സ്ഥാനാധിപനോട് യോഗം ചെയ്ത് ഉപജയസ്ഥാനമായ 11ാമിടത്ത് നിൽക്കുമ്പോൾ 10ാം ഭാവത്തിൽ അധികാരത്തിൻ്റെ ഗ്രഹമൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഒരു അധികാരത്തോടു കൂടിയ പ്രമോഷൻ കിട്ടുന്നതിന് ഗവൺമെൻറ് ജോലിക്കാർക്കായാലും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുവാനോ ശമ്പള വർധനവ് വന്നു ചേരുവാനും പുതിയ ജോലി ആഗ്രഹിച്ച് അതിനുവേണ്ടി നോക്കുന്നവർക്ക് സ്വന്തം നാട്ടിലായാലും വിദേശത്തായാലും വളരെ പുരോഗതി വന്നു ചേരും. വിദേശത്തൊക്കെ പോയി പഠിക്കാൻ പോകുന്നവർക്കും തൊഴിൽ അന്വേഷിച്ച് പോകുന്നവർക്കും തൊഴിൽ ലഭിക്കുന്നതിനും അതിനുള്ള പേപ്പറുകളൊക്കെ ശരിയായി പോയി തൊഴിലൊക്കെ ലക്ഷ്യപ്രാപ്തിയിലെത്തി നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ തൊഴിൽ ലഭിക്കുവാനും ജോലിയിൽ പ്രവേശിക്കുവാനും ഒക്കെ ഈ ആഴ്ച യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര തൃപ്തികരമല്ല. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ്. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് കന്നിരാശി. ഈ കന്നിരാശിക്കാർക്ക് പൊതുവെ നല്ല ഒരു ആഴ്ചയാണ്. പൂർണ്ണമായ ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉണ്ട്. രാശ്യാധിപൻ്റെ സ്ഥിതി അനുസരിച്ചുമൊക്കെ നല്ല ജോലിയിലൊക്കെ പ്രവേശിക്കുവാൻ ഉത്തമമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് അതുപോലെ തന്നെ പരീക്ഷയിലൊക്കെ എഴുതുന്നവർക്ക്, ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുവാൻ യോഗമുണ്ട്. രാശിയുടെ അധിപനും തൊഴിൽ സ്ഥാനാധിപനുമായിരിക്കുന്ന ബുധൻ 9ാം ഭാവാധിപനായ ശുക്രനോട് യോഗം ചെയ്ത് തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ 12ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ഇപ്പോൾ സ്വന്തം നാട് വിട്ടൊക്കെ പോകുന്നതിനോ വിജയിക്കുന്നതിനും പരീക്ഷ പാസ്സാകുന്നതിനും ഒക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ഗൃഹസംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടും സഹോദര സ്ഥാനീയർ മുഖാന്തരവും ഒക്കെ സഹായങ്ങളൊക്കെ ലഭിക്കുവാനും ഒക്കെ യോഗമുള്ള നല്ല ഒരു ആഴ്ച. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളായിരിക്കുന്നവർക്കും പ്രായമായവർക്കും ഒക്കെ വളരെ നല്ലതാണ്. കുടുംബത്ത് പൊതുവെ സമാധാനവും ദൈവാധീനവും ഉള്ള സമയം. ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ലത്. വാഹന സംബന്ധമായിട്ടും നല്ല ഒരു ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായിട്ടും അഭിവൃദ്ധികൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും. വാക്കുകൾ വളരെ സൂക്ഷിക്കുക. വാക്കിൻ്റെ ഭാവത്തിലേക്ക് ആഗ്നേയഗ്രഹം പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദേഷ്യമൊക്കെ വർദ്ധിക്കുന്നതിനും ഏറ്റവും വേണ്ടപ്പെട്ട നല്ല ആൾക്കാരോട് പോലും കലഹിക്കുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത ആവശ്യമാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് നല്ല ഭാഗ്യമുള്ള ആഴ്ചയാണ്. എങ്കിലും ഭക്ഷണകാര്യങ്ങളിലും കൃത്യനിഷ്ഠയുടെ കാര്യത്തിലുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, കുടുംബത്ത് പൊതുവെ സമാധാനപരമായി, എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെ ഉണ്ടാകാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ അസംതൃപ്തി വളരെ സൂചകമാണ്. പലതരത്തിലും തൊഴിൽ രംഗത്ത് മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും മേലധികാരികളിൽ നിന്നും കീഴ് ജീവനക്കാരിൽ നിന്നും ഒക്കെ മോശമായ ഇടപെടലുകൾ ഉണ്ടാകുകയും തൊഴിൽ നഷ്ടങ്ങളൊക്കെ വന്നു ചേരുവാൻ സൂചനയൊക്കെയുള്ള ആഴ്ചയാണ്. വളരെ ജാഗ്രത വേണം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാട, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ജാഗ്രത ആവശ്യമാണ്. സുഖസ്ഥാനത്തിൻ്റെയും
അതുപോലെ തന്നെ രാസ്യാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം അഷ്ടമഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രധാനമായിട്ട് വളരെ ശ്രദ്ധ ഏതൊരു കാര്യത്തിലും ആവശ്യമാണ്. എന്നിരുന്നാലും പൊതുവെ ആരോഗ്യം തൃപ്തികരമായി ബുധനും ശുക്രനും നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ട് പൊതുവെ നല്ലതായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവരെ, സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, അങ്ങനെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ നിരവധി കാര്യങ്ങളാണല്ലോ കലയും എഴുത്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അത് ഏത് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവർക്കും ഒക്കെ വളരെ ഉത്തമമായ കാലം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. വിദേശത്തായിരിക്കുന്നവർക്കും ഇപ്പോൾ വിദേശത്ത് പോകുവാനായിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത്. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും. കടങ്ങളൊക്കെ വീടുന്നതിനും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ടും സാധിക്കും. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ജാഗ്രതയും ഒക്കെ ആവശ്യമാണ്. വളരെ അധികം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കി പണിയുന്നതിനോ വാഹനം വന്നു ചേരുവാനും ഒക്കെ യോഗമുള്ള ഒരു നല്ല ആഴ്ചയാണ്. കടങ്ങൾ അധികം വർദ്ധിക്കാതെ, ക്രമം വിട്ട് വർദ്ധിക്കാതെ നോക്കണം. പ്രത്യേകിച്ച് കരാറുടമ്പടികളിലൊക്കെ ഒപ്പുവയ്ക്കുന്നവർ. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും നല്ല ഒരു സമയമാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധ അനിവാര്യമാണ്. രാശിയിൽ തന്നെ രാഹു സ്ഥിതി ചെയ്യും. അപ്പോൾ ആരോഗ്യപരമായിട്ട് ഞരമ്പ് സംബന്ധമായിട്ട്, ത്വക്ക് സംബന്ധമായിട്ട്, കണ്ണ് സംബന്ധമായിട്ട്, പല്ല് സംബന്ധമായിട്ടുള്ളൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുക. കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്ന ഈ സന്ദർഭങ്ങൾ അധികം തണുപ്പടിക്കാതെയൊക്കെ നാട്ടിലുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇത് അന്യദേശത്ത് വസിക്കുന്നവർക്കും അത് ബാധകമാണ്. തണുപ്പ് അധികം പാടില്ല. അതുപോലെ തന്നെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കേണ്ടതാണ്. സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ അധിക ചിലവുകൾ സൂചകമാണ്. കുടുംബത്തെ പൊതുവെ സമാധാനപരമായിരിക്കും. തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരും. അധികാര സ്ഥാനത്തേക്ക്, അതായത് പ്രൊമോഷനൊക്കെ വന്നു ചേരുന്നതിനോ ട്രാൻസ്ഫർ, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര തൃപ്തികരമായിരിക്കുന്ന ഒരു സമയമല്ല. പല കാര്യങ്ങൾ കൊണ്ടും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ബുധ ശുക്ര യോഗം വിദ്യാഭാവത്തിൽ, അത് ഭാഗ്യസ്ഥാനമാണല്ലോ, അവിടെ ഉള്ളതിനാൽ വളരെ വിജയങ്ങളും വന്നു ചേരും. പൊതുവെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്താൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ പറ്റിയ ആഴ്ച. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4 പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ജാഗ്രത ആവശ്യമായ ഒരു ആഴ്ചയാണ്. അതായത് 7.5 ശനിയുടെ ഒരു സമയമാണ്. അത് ജന്മത്തിൽ സഞ്ചരിക്കുന്നു ശനി. കൂടാതെ പല കാരണങ്ങളും, അത് പല പ്രശ്നങ്ങളും കടുത്ത രീതിയിൽ ഉണ്ടാകാതിരിക്കുവാൻ അധിക സാഹസികത പാടില്ല. കരാറുടമ്പടിയിൽ ഒപ്പുവെക്കുന്നവരെ, പണം കടം കൊടുക്കുന്നവരെ, വാങ്ങുന്നവരെ, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ദീർഘനാളത്തേനുള്ളത് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ജാഗ്രത പാലിക്കുക. വൻ കടങ്ങളിലേക്കൊക്കെ പോകാതിരിക്കുവാൻ അത് നന്നായിരിക്കും. എന്നിരുന്നാലും വളരെ ദൈവാധീനമുള്ള സമയമാണ്. ആരോഗ്യം മെച്ചപ്പെടുവാനും ഏതെങ്കിലും തരത്തിൽ രോഗം കൊണ്ട് വലയുന്നവരൊക്കെ ആണെങ്കിൽ ചികിത്സകളൊക്കെ ഫലിക്കുവാനും ഒക്കെ യോഗമുണ്ട്. ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. ദേഷ്യം ഒഴിവാക്കുക. വാക്കിൻ്റെ സ്ഥാനത്ത് ചൊവ്വയാണ്. അപ്രതീക്ഷിതമായ ചില ധന ആഗമന യോഗങ്ങളൊക്കെ ഉണ്ടാകും. അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരികയില്ല. കുടുംബത്ത് പൊതുവെ സമാധാനപരമായ കാലം. ഗൃഹം പുതുക്കിപ്പണിയുവാനും പുതിയ ഗൃഹം നോക്കുന്നവരൊക്കെ, പുതിയ
ഗൃഹം വാങ്ങുവാനോ വാഹനം വാങ്ങുവാനോ ഒക്കെ നല്ല ഒരു ആഴ്ചയാണ്. അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കുവാനും ധനം ലോൺ ആയിട്ടായാലും മറ്റ് സഹായങ്ങൾ മുഖാന്തരമായാലും ധനം വന്നു ചേരുവാനും ഭൂമി വാങ്ങുവാനോ ഒക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വരും. അതുപോലെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ പാസ്സാകുവാനും നല്ല രീതിയിൽ സ്കോർ ചെയ്യുവാനും ഒക്കെ നല്ല വിദ്യാവിജയങ്ങൾ ഉള്ള ഒരു ആഴ്ചയാണ്. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. അതായത് പഠനത്തിനൊക്കെ അധിക സമയം മാറ്റിവെക്കണം. അപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ സ്കോർ ചെയ്യുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനോ അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും ഒക്കെ യോഗമുള്ള നല്ല ഒരു ആഴ്ച. തൊഴിൽ വിജയങ്ങളും വന്നു ചേരും. അതായത് തൊഴിൽ സ്ഥാനാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം ഉച്ചം ചെയ്ത് ഭാഗ്യസ്ഥാനമായ 5-ാമിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ തൊഴിൽ സ്ഥാനത്തേക്ക് വിദ്യയുടെയും ബുദ്ധിയുടെയും കാരകനായ ബുധനും കലയുടെ കാരകനായിരിക്കുന്ന തേജസ്സിൻ്റെ കാരകനായിരിക്കുന്ന ആ ശുക്രനും കൂടി ദൃഷ്ടി ചെയ്യുകയും കൂടി ചെയ്യുന്നതിനാൽ സ്വന്തമായ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവർക്കും ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്കും സംരംഭങ്ങൾ ചെയ്യുന്നവരും ഗവൺമെൻറ് ജോലിക്കാർക്കും പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായിരിക്കുന്ന സമയം. നല്ല ധനാഗമന യോഗത്തോടുകൂടിയ നല്ല ജോലിയിലൊക്കെ പ്രവേശിക്കുവാൻ നല്ല യോഗവും ഭാഗ്യവുമുള്ള നല്ല സമയമാണ്. അത് വിദേശത്ത് പോകുന്നവർക്കും അനുകൂലമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക, വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുക, അത് പ്രാർത്ഥനകളും വഴിപാടുകളും വേണ്ട രീതിയിൽ ചെയ്യുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഫോൺ വിളിക്കുകയോ ജാതകം നോക്കുന്നതിന്, പൊരുത്തം നോക്കുന്നതിന്, മുഹൂർത്തങ്ങൾ നോക്കുന്നതിന്, വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മുഹൂർത്തം നോക്കി വേണം ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നേരിട്ട് വിളിക്കുന്നതിനുമൊക്കെ അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.